നവമി പ്ലസ് ഗാന്ധി ജയന്തിക്കായിട്ട് ഒരു മിനി വെക്കേഷൻ തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ബാഗും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നാട്ടിലോട്ട് പോകാൻ വിചാരിച്ചു. അറ്റൻഡൻസ് വളരെ മുഖ്യമായതുകൊണ്ട് തന്നെ നമ്മളെല്ലാരും കൂടെ ഇന്ന് കോളേജിൽ പോയിട്ട് അവിടെ നിന്നാണ് നാട്ടിലോട്ട് പോകുന്നത്. ഇന്ന് കോളേജിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു. സോ ഓട്ടും ചോദിച്ചുള്ള നടത്താണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഹാ, ഈ സീസണിൽ മാത്രം കണ്ടുവരുന്ന മുഖത്തൊരു പ്രത്യേകതരം നിഷ്കളങ്കതയും ചൈതന്യം. വാവ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഗൈസ്. അവിടെ നിന്ന് അവാർഡും സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ നാട്ടിലോട്ട് പോകാനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. പ്രിപ്പറേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ 5-10 കിലോ ഉള്ള ബാഗും ചുമത്തി 1.5 കിലോമീറ്റർ അങ്ങ് നടക്കുക. കാരണം ഒരു ഓട്ടോറിക്ഷ പോലും കിട്ടാത്ത ഒരു കാട്ടിനുള്ളിലാണ് ഞങ്ങളുടെ കോളേജ്. അപ്പൊ പിന്നെ ഇത് കണ്ടാ നിങ്ങൾ ചോദിക്കും, ഇതെന്താ ഓട്ടോ അല്ലേ എന്ന്. അങ്ങനെ ചോദിക്കാൻ വരട്ടെ, ഇത് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ പോയി ബസ് കിട്ടാനായിട്ട് ബസ് സ്റ്റാൻഡിലോട്ട് വിളിച്ച ഓട്ടോയാണ്. നീ അങ്ങോട്ട് ഒരു ലോങ് ജേണി ആയതുകൊണ്ട് തന്നെ ബസ്സിൽ ഇരുന്ന് കഴിക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ അങ്ങ് വാങ്ങി. പക്ഷേ ഈ പിള്ളേർക്കൊന്നും ബസ്സിലിരിക്കാൻ സീറ്റ് കിട്ടിയില്ല. നിൽക്കാൻ സ്ഥലം കിട്ടിയില്ലെങ്കിലും നിൽക്കാൻ സ്ഥലം കിട്ടിയില്ലെങ്കിലും വാങ്ങിയ സാധനങ്ങൾ കോഴിക്കോടത്ത് മുന്നേ കഴിച്ചു തീർക്കുന്നുള്ള ഒറ്റ മൈൻഡ് സെറ്റ് ആയിരുന്നു ഇവർക്ക്. ഇന്ന് കഴിച്ചതിന്റെ ക്ഷീണം കൊണ്ട് മാത്രം ഇരുന്നപ്പോഴത്തേനും അവർ ഉറങ്ങിപ്പോയി. അങ്ങനെ നിന്നും ഇരുന്നും കിടന്നൊക്കെ അവസാനം നമ്മൾ നാട്ടിലെത്തി.